തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിന് മനഃപൂർവ്വമായ വീഴ്ചയെന്ന് KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവന്നു. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. KPCC പൂഴ്ത്തിയ അന്വേഷണ സമിതി റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ലഭിച്ചത്. 4 നേതാക്കളുടെ പേര് പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ ഇവരെ വരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നിർദ്ദേശിക്കുന്നുമുണ്ട്. പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന കണ്ടെത്തലുകളാണ് അന്വേഷണ സമിതി റിപ്പോർട്ടിൽ ഉള്ളത്. മുൻ MP ആയ TN പ്രതാപൻ, DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കരെ, MP വിൻസെന്റ് എന്നിവർ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുൻപ് സിറ്റിംഗ് MP മത്സരത്തിന് ഇല്ല എന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിക്ക് എതിരാളികൾ ഇല്ല എന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നും KPCCയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019 MP ആയതിനു ശേഷം ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു TN പ്രതാപന്റെ പ്രവർത്തനം എന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടന പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. അതേസമയം തന്നെ പുറത്തുവന്ന റിപ്പോർട്ട് വ്യാജമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട അനിൽ അക്കരെ നിമിഷങ്ങൾക്കകം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റിൽ KPCCക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിന് 30 പേജുകളാണുള്ളത്. മുൻ മന്ത്രി KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവർ അടങ്ങുന്ന കമ്മീഷനാണ് KPCCക്ക് റിപ്പോർട്ട് കൈമാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP അക്കൗണ്ട് തുറക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനായി കമ്മീഷൻ രൂപീകരിച്ചത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലെ പാർട്ടി ഇടപെടൽ സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കിയെന്ന് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ 1.5 കൊല്ലം മുൻപേ തന്നെ മത്സരത്തിന് ഇല്ല എന്ന സിറ്റിംഗ് MPയുടെ പ്രസ്താവന സുരേഷ് ഗോപിക്ക് ഗുണകരമായി. മുൻ MPയുടെ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും ഒതുങ്ങി. BJP വോട്ടുകൾ അധികമായി ചേർത്തത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടെത്തി നീക്കം ചെയ്തില്ല. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണ്. ചേലക്കരയിൽ ജില്ലാ നേതൃത്വത്തിന് പകരം KPCC ചുമതല ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നെല്ലാം തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപേ തന്നെ തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായതായിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിൽ വീണ്ടും ഒരു പോസ്റ്റർ പോര് രൂക്ഷമാവുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായാണ് തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി പരിശോധിക്കുന്ന KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോസ്റ്ററുകൾ പതിച്ചിരുന്നത്. DCC പരിസരത്തും നഗരത്തിലും കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരൻ പരാജയപ്പെട്ടപ്പോഴും തൃശൂർ DCC ഓഫീസിന് മുൻപിൽ ഇതേ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. TN പ്രതാപനെതിരെയും DCC അധ്യക്ഷനായ ജോസ് വള്ളൂരിനെതിരെയുമായിരുന്നു അന്ന് പോസ്റ്ററുകൾ പതിച്ചത്. തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 3ാം സ്ഥാനത്തായതോടെ നാടകീയമായ രംഗങ്ങളായിരുന്നു പിന്നീട് തൃശൂർ കോൺഗ്രസിൽ തന്നെ ഉണ്ടായത്. DCC ഓഫീസായ K കരുണാകരൻ സപ്തതി മന്ദിരത്തിൽ കോൺഗ്രസുകാർ കൂട്ടത്തല്ല് നടത്തി. പിന്നാലെ DCC അധ്യക്ഷനായ ജോസ് വള്ളൂർ രാജിവെക്കുകയും ചെയ്തു. തോൽവി പരിശോധിക്കാൻ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. KC ജോസഫും R ചന്ദ്രശേഖരനും തൃശൂർ DCCയിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ തോൽവിയിലും ചേരിപ്പോര് ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പതിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായി. എന്നാൽ രമ്യയുടെ പരാജയത്തിൽ പാർട്ടിക്ക് പിഴവില്ല എന്നും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ പിഴവാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നുമാണ് ജില്ലയിലെ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടായത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്ന് DCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. സ്ഥാനാർത്ഥിക്കും പാലക്കാട്, തൃശൂർ ജില്ലയിലെ ചില നേതാക്കൾക്കും വീഴ്ച സംഭവിച്ചെന്ന ആരോപണത്തെ തുടർന്ന് KPCC ഇവിടെയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. KPCC സമിതി വിഷയം അന്വേഷിച്ചുകൊണ്ട് പ്രസിഡന്റ് K സുധാകരന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തുവരികയോ ആർക്കെങ്കിലുമെതിരെ നടപടി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ പോര് ശക്തമായത്. തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടാനും നടപടി സ്വീകരിക്കാനും നേതൃത്വം വഴങ്ങേണ്ടിയും വന്നു.